ഹലോ, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്തമാറ്റിക്സ്, മാത്സ്. എല്ലാവരെയും പേടിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ? പണ്ട് മുതലേ എല്ലാവരും പറയുന്നതാണ്, അയ്യോ മാത്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ പറയുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലേ? പക്ഷെ മാത്സ് ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണോ? അല്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ, നമുക്കത് എങ്ങനെ മാത്സിനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മാർക്ക് പോവാനും ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് മാത്സ് എന്ന് പറയുന്നത്. എങ്ങനെ സ്കോർ ചെയ്യാം? പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വരുന്ന ക്വസ്റ്റ്യൻസ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് മാത്സ്. ഇനി എങ്ങനെയാണ് മാത്സ് നമ്മുടെ മാർക്ക് കുറയ്ക്കുന്നത്? കറക്റ്റായിട്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ, അതുപോലെ തന്നെ ടൈം എടുത്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിങ്ങിലൊക്കെ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്, മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ ഒരു 5 മിനിറ്റ്സ്, മിനിമം 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അങ്ങനെ നമ്മൾ 5 മിനിറ്റ്സ് ഒക്കെ എടുത്ത് മാത്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആൻസർ നമുക്ക് കറക്റ്റ് ആയിരിക്കും. പക്ഷെ ആ 5 മിനിറ്റ്സ് കൊണ്ട് അടുത്തൊരു 10 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചെയ്യാൻ ടൈം ഇല്ലാണ്ട് പോകുന്നത്. അപ്പൊ മനസ്സിലായോ എങ്ങനെ, ഏത് വഴിക്കാണ് മാത്സ് കാരണം നമുക്ക് മാർക്ക് പോകുന്നത് എന്ന്? ഓക്കെ, അപ്പം ഇതൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മാത്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ്, ട്രിക്സ്, കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാത്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, മാത്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, സബ് ടോപ്പിക്സ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കവർ ചെയ്യണം. പക്ഷെ നമുക്ക് ഒരുപാട് സമയം എടുക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ടായിരിക്കും മാത്സ് നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു 7th 8th ആ ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ ഏതൊക്കെ ടൈപ്സ് നമ്പേഴ്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചവരാണ്. എന്നാൽ പോലും അത് ഇന്നും കൺഫ്യൂഷൻ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ 8th 7th 8th എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രയോ വർഷം മുന്നേ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ അതൊക്കെ മറന്നുപോയവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യാനും റീകളക്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാത്സിന്റെ ഇന്നർ ഡെപ്തിലേക്ക് പോകുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സ് നമുക്ക് കുറേ ടൈപ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ആണ് ഇവിടെ കാണുന്ന നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. നാച്ചുറൽ നമ്പേഴ്സിനെ പറയുന്ന വേറൊരു പേരാണ് പോസിറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പം why this called as counting numbers എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 1 2 3 നമ്മുടെ വിരലിൽ എണ്ണാൻ പറ്റുന്നത് കൊണ്ടല്ല കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്സ് എണ്ണുമ്പോൾ, ഇപ്പം സ്റ്റെപ്സ് 1 2 3 4 എന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ ചോക്ലേറ്റ് തന്നിട്ട് അത് എണ്ണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് എണ്ണുക. ഏതൊരു കാര്യവും നമ്മൾ കൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? 1 2 3 എന്ന് പറഞ്ഞിട്ടാണ് കൗണ്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ -1 -2 -3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ 1/2 1/3 1/4 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ കൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? 1 2 3 എന്ന് പറഞ്ഞാണ് കൗണ്ട് ചെയ്യുക. സോ അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിനെ എന്ത് പറയുന്നത്? കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്, അതിനെ പോസിറ്റീവ് നമ്പേഴ്സ് എന്നും പറയും. അത് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് ടു ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ 0 ആഡ് ചെയ്താൽ, ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഈ 1ന് മുന്നേ ഒരു 0 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നമ്പർ ആണ്
ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കൗണ്ടിങ് നമ്പേഴ്സിന്റെ കൂടെ 0 കൂടെ ഇൻക്ലൂഡ് ആയാൽ ആ സിസ്റ്റം ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0 ആഡ് ചെയ്യുമ്പോഴാണ് ഹോൾ നമ്പേഴ്സ് ആവുന്നത് എന്ന് പറഞ്ഞു. ഈ ഒരു ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ വരുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ് 0 ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തതാണ് ഇൻഡിജേഴ്സ്. ഓക്കെ, അപ്പൊ ഇൻഡിജേഴ്സ് എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഡിജേഴ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രാക്ഷൻസ് ഒന്നും തന്നെ ഇൻഡിജേഴ്സിൽ ഇൻക്ലൂഡഡ് അല്ല. Fractions are not included in integers. ഇന്റിജേഴ്സിനകത്തുള്ളത് ഈ പറയുന്ന പോലെ നമ്മുടെ നോർമൽ നമ്പേഴ്സ് ആണ് ഉള്ളത്. ഫ്രാക്ഷൻസ് ഒന്നും ഇന്റിജേഴ്സിനകത്ത് വരില്ല. നെഗറ്റീവ്, 0, പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ഇന്റിജേഴ്സിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ആദ്യത്തേതിലുള്ളത്. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് ആണ് ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ്, ദാറ്റ് മീൻസ് നാച്ചുറൽ നമ്പേഴ്സ് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഈവൺ നമ്പേഴ്സ് ആണ്. Okay, that is all counting numbers which is divisible by 2 is called as even numbers. Okay, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2, 4, 6, 8 അങ്ങനെ അത് ഇൻഫിനിറ്റി വരെ പോകും. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് നോക്കേണ്ട കാര്യം 0 എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും ഈവൺ നമ്പേഴ്സ് ആണ്. ലൈക്ക് 10, 20, 30 ഇങ്ങനെ പോവും. അതുപോലെ തന്നെ 100, 200, 300 അതുപോലെ ഇങ്ങനെ പോകുന്ന 0യിൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും ഈവൺ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഈവൺ നമ്പേഴ്സിന്റെ കേസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എല്ലാം ഈവൺ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. ഇനി ഈവൺ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും നമ്മൾ വലിയ നമ്പറുകൾ വരുമ്പോൾ എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്നറിയാലോ. നമുക്കൊരു നമ്പർ തന്നാൽ അതിന്റെ എൻഡിൽ, റൈറ്റ് എൻഡിൽ കാണുന്ന ഈ ഒരു പ്ലേസിലുള്ള ഡിജിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് എൻഡിങ്ങിലുള്ള ഡിജിറ്റ്. അപ്പം നമുക്ക് എത്ര വലിയ നമ്പർ തരികയാണെങ്കിലും അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 2, 0, 2, 4, 6, 8 ഈ ഒരു 5 നമ്പേഴ്സിലെ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ അത് ഒരു ഈവൺ നമ്പർ ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന എത്ര വലിയ നമ്പർ ആണെങ്കിലും ആ നമ്പർ എൻഡ് ചെയ്യുന്നത് 0, 2, 4, 6, 8 എന്ന 5 നമ്പേഴ്സിലാണെങ്കിൽ that number must be a even number. ആ നമ്പർ ഈവൺ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഓഡ് നമ്പേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഓഡ് നമ്പേഴ്സിൽ വരുന്നത് 1, 3, 5, 7, 9. പിന്നെ ഇത് റിപ്പീറ്റ് ആണ്. അപ്പം ഇത്രയും നമ്പേഴ്സ് നമുക്ക് എത്ര വലിയ നമ്പർ തന്നാലും ഈ ഒരു 5 നമ്പേഴ്സിൽ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഓഡ് നമ്പർ ആയിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കാം 4, 3, 7, 8, 1 എന്ന് പറഞ്ഞാൽ അതൊരു ഓഡ് നമ്പർ ആണ്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് 4, 3, 7, 8, 2 അല്ലെങ്കിൽ 0 എന്നൊക്കെ പറഞ്ഞാൽ അത് ഈവൺ നമ്പർ ആണ്. അപ്പൊ എന്താണ് ഓഡ് നമ്പർ എന്നും എന്താണ് ഈവൺ നമ്പർ എന്നും ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നമ്പർ ആണ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സ് തന്നെയാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 2 ഫാക്ടേഴ്സ് ഉള്ളത്. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. ഇപ്പം നമുക്ക് 10 ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 10നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, we will get 5. 10നെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, we will get 2. then 10നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 തന്നെ ആൻസർ കിട്ടും. 10 നമുക്ക് 10 വെച്ച് ഡിവൈഡ് ചെയ്യാം, നമുക്ക് 2 ആൻസർ 1 ആൻസർ കിട്ടും. അപ്പൊ ഈ പറയുന്ന ഈ കൊടുത്തിരിക്കുന്ന 10, 1, 5 and 2 ഇത്രയുമാണ് ഫാക്ടേഴ്സ് ഓഫ് 10 എന്ന് പറയുന്നത്. 10 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ആണ് 5, 2, 10, 1 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ്. അതായത് ആ സെയിം നമ്പറും അതുപോലെ തന്നെ 1 വെച്ച് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ 2 ആണെങ്കിൽ നമുക്ക് 2 വേറെ ഒരു നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. 2/1 ഈക്വൽ ടു 2 ആൻഡ് 2/2 ഈക്വൽ ടു 1. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പൊ 11 എന്ന് പറഞ്ഞാൽ 11/1 ഈക്വൽ ടു 11 ആൻഡ് 11/11 is equal to 1. ഇത് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് ഒരിക്കലും ഓഡ് നമ്പേഴ്സ് അല്ല. കുറെ പേർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം 7 വരെയുള്ളത് ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് 3, 5, 7 ആണ് എല്ലാവരുടെയും മൈൻഡിൽ നിൽക്കുക. അപ്പം ഇതൊരിക്കലും ഓഡ് നമ്പേഴ്സ് അല്ല. എല്ലാ ഓഡ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് അല്ല. കാരണം എന്താണ്? 9 ഓഡ് നമ്പർ ആണ്. പക്ഷെ 9 എന്തല്ല? 9 പ്രൈം നമ്പർ അല്ല. കാരണം 9ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എന്തൊക്കെയുണ്ട്? 9ന്റെ ഫാക്ടേഴ്സിൽ 1, 3 and 9. So 9 പ്രൈം നമ്പർ അല്ല. അപ്പൊ നമുക്ക് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്. നെക്സ്റ്റ് നോക്കുന്നത് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉള്ള കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ 9 ഉണ്ട് അല്ലെ. ഇപ്പം 4 ആണെങ്കിൽ 4ന്റെ ഫാക്ടേഴ്സ് 1 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 ഫാക്ടേഴ്സ് ഉണ്ട്. സോ 4 ഇസ് എ കോമ്പോസിറ്റ് നമ്പർ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന 6 ആണെന്നുണ്ടെങ്കിൽ 1, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 3 വെച്ച് ഡിവൈഡ് ചെയ്യാം, 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പെർഫെക്റ്റ് നമ്പേഴ്സ്. പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ്, ഇപ്പൊ നമ്മൾ ഇവിടെ 4 എടുത്തു. 4 എടുത്താൽ ആ ഒരു 4ന്റെ ഫാക്ടേഴ്സ് 1, 2, 4 ആണ്. ഈ 4 നമ്മൾ എടുക്കണ്ട. 4 മാറ്റി വെച്ചാൽ ബാക്കിയുള്ള 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സെയിം നമ്പർ കിട്ടുവാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് നമ്പർ ആണ്. ഇവിടെ 4 പെർഫെക്റ്റ് നമ്പർ അല്ല. കാരണം നമുക്ക് 4 അല്ലാണ്ടുള്ള ബാക്കി 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 3 ആണ്. ഇവിടെ നോക്കിക്കോ, 6 നോക്കുവാണെങ്കിൽ 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3, 6 ആണ്. അപ്പൊ 6 നമുക്ക് മാറ്റി വെക്കാം. 1 + 2, 3, 3 + 3, 6. അപ്പൊ 6 എന്താണ്? ഒരു പെർഫെക്റ്റ് നമ്പർ ആണ്. ഓക്കെ. അപ്പൊ ഇനി ഇതുപോലുള്ള പെർഫെക്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏതൊക്കെയാണ് ഇതുപോലത്തെ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് കോപ്രൈം നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. എക്സാക്ട് ആ ഒരു നമ്പറും 1ഉം മാത്രം ഫാക്ടർ വരുന്നതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറുമായി ബന്ധമില്ല കേട്ടോ. കോപ്രൈം നമ്പേഴ്സിന് പ്രൈം നമ്പേഴ്സ് മാത്രമേ കോപ്രൈം നമ്പേഴ്സ് ആവൂന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ദാ ഇവിടെ നോക്കിക്കോ, 8ഉം 9ഉം പ്രൈം നമ്പേഴ്സ് അല്ല, പക്ഷെ ദേ ആർ കോപ്രൈം നമ്പേഴ്സ്. അതിന്റെ കാരണം 2 and 3 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് എടുത്താൽ ഇതിനെ കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2നെയും 3നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 1 യൂസ് ചെയ്തിട്ട് മാത്രമാണ്. അതുപോലെ തന്നെയാണ് 3 and 5. 3നെയും 5നെയും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക 1 യൂസ് ചെയ്തിട്ടാണ്. ഇത് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതിനാണ് അടുത്ത നമ്പർ. 8നെ നമുക്ക് ഏതൊക്കെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം? 1 വെച്ച് ചെയ്യാം, 2 വെച്ച് ചെയ്യാം, 4 വെച്ച് ചെയ്യാം, 8 വെച്ച് ചെയ്യാം. ഓക്കെ. ഇനി 9 ആണെങ്കിൽ നമുക്ക് 1, 3, 9 ഇത്രയും നമ്പേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. പക്ഷേ ഈ 8നെയും 9നെയും നമുക്ക് കോമൺ ആയിട്ട് ഏത് വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 1 വെച്ച് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. That is the common factor of 8 and 9 is 1. ഓക്കെ. അപ്പം നമുക്ക് എന്ത് പറയാം? കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ ആ 2 നമ്പേഴ്സ് എന്താണെന്ന് പറയാം? കോപ്രൈം നമ്പേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഏത് വലിയ നമ്പർ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എടുക്കുന്ന 2 നമ്പേഴ്സിന്റെ കോമൺ ഫാക്ടർ 1 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പേഴ്സിന് നമ്മൾ കോപ്രൈം നമ്പേഴ്സ് എന്നാണ് പറയുക. അപ്പൊ ഇത് ഈ ഒരു പേജിലുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കോമ്പോസിറ്റ് നമ്പേഴ്സ്, പെർഫെക്റ്റ് നമ്പേഴ്സ്, കോപ്രൈം നമ്പേഴ്സ്. നെക്സ്റ്റ് ട്വിൻ പ്രൈംസ്. എന്താണ് ട്വിൻ പ്രൈംസ്? 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്വിൻ പ്രൈംസ് എന്ന് പറയുന്നത്. ഇപ്പം
3, 5. 5ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ ദേ ആർ കോൾഡ് ആസ് ട്വിൻ പ്രൈം. പ്രൈം നമ്പേഴ്സിന്റെ കേസ് ആണ് കേട്ടോ ഈ പറയുന്നത്. പ്രൈം നമ്പേഴ്സിൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെങ്കിൽ അവര് തമ്മിലുള്ള ആ രണ്ട് നമ്പേഴ്സിനെ പെയറിനെയാണ് നമ്മൾ ട്വിൻ പ്രൈംസ് എന്ന് പറയുന്നത്. 5, 7 ആണെങ്കിൽ ഡിഫറൻസ് 2 ആണ്. 11, 13 ആണെങ്കിൽ ഡിഫറൻസ് എന്താണ് 2 ആണ്. പക്ഷെ ഇത് എല്ലാ പ്രൈം നമ്പേഴ്സും വരില്ല. കാരണം എന്താണ് 7 കഴിഞ്ഞാലുള്ള പിന്നത്തെ പ്രൈം നമ്പർ 11 ആണ്. 7ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. സോ 7 and 11 is not a twin prime numbers. Okay. അപ്പൊ എല്ലാ അടുത്തടുത്ത് വരുന്ന പ്രൈം നമ്പേഴ്സും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല. എന്നാൽ അങ്ങനെ വരുന്ന നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ട്വിൻ പ്രൈം നമ്പേഴ്സിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് റാഷണൽ നമ്പർ. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും എളുപ്പമുള്ള ഒരു ടൈപ്പ് ഓഫ് നമ്പർ ആണ്. മനസ്സിലായാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ടൈപ്പ് നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം p by q where p and q are integers and q not equal to 0. q 0 ആവരുത്. p by q എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ അല്ലെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഫ്രാക്ഷൻ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുത്. ന്യൂമറേറ്റർ ആവാം. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ഇറ്റ്സ് ഡിഫൈൻഡ് അല്ലെ? പക്ഷെ ഡിനോമിനേറ്റർ 0 ആവുന്ന കേസ് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവരുത്. അങ്ങനെയുള്ള ഫ്രാക്ഷൻ ആയിട്ട്, ഫ്രാക്ഷൻസ് മാത്രമാണ് റാഷണൽ നമ്പർ എന്നല്ല പറയണത്. ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. അതിൽ ഒരു കാര്യം, പിയും ക്യൂവും എന്തായിരിക്കണം? ഇന്റിജേഴ്സ് ആയിരിക്കണം. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്, 0 അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് റാഷണൽ നമ്പേഴ്സ്. അതിന് എക്സാമ്പിൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/8, -8/11, 0, 6 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 0 റാഷണൽ നമ്പർ ആണ് അല്ലെ? 0/1 നമുക്ക് ഡിഫൈൻ ചെയ്യാം, 0/2 ഡിഫൈൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി 6 എങ്ങനെയാണ് റാഷണൽ നമ്പർ ആവുന്നത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 6നെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? 6/1 എന്ന് ഫ്രാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം. ഇനി അതല്ലെങ്കിൽ 6നെ ഫ്രാക്ഷൻ ആക്കുന്ന ഒരുപാട് ഫോംസ് ഉണ്ട് അല്ലെ? 12/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. സോ 6 എന്താണ്? ഫ്രാക്ഷണൽ ഫോമിൽ എഴുതിയാലും 12/2 എന്ന് പറഞ്ഞാലും അതിന്റെ ആൻസർ എന്താണ്? 6 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാടുണ്ട് അല്ലെ? 36/6 ചെയ്താലും അത് 6 ആണ്. അപ്പോ ഈ ഒരു, അതായത് എല്ലാ ഹോൾ നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. പക്ഷേ എല്ലാ റാഷണൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് അല്ല. ഓക്കെ, അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റിജേഴ്സ് അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻസ്, ഇപ്പൊ 1/8 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ ഫ്രാക്ഷൻ ആണ്. അതിന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ? അത് ഫ്രാക്ഷൻ ആണ്. പക്ഷെ 6/1 എന്ന് പറയുന്നത് ഒരിക്കലും ഫ്രാക്ഷൻ അല്ല. 6/1 എന്ന് പറയുന്നത് 6 എന്ന ഒരു നമ്പർ ആണ്, ഒരു ഇന്റിജർ ആണ്. 6 എന്നൊരു ഇന്റിജർ ആണത്. സോ നമുക്ക് 6നെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതാം എന്നാണ് പറയുന്നത്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇന്റിജേഴ്സ് ഒക്കെയും അതിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് അല്ലാത്തത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. നമ്മളിപ്പം ഇവിടെ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1/8 എന്ന് നമ്മൾ എഴുതിയാലും ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു 1 അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഓഫ് ഡെസിമൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഇറാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അതായത് ഒരു എൻഡിങ്ങും ഉണ്ടാവില്ല, എന്നാൽ അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന നമ്പേഴ്സും ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെ കിട്ടുന്ന നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ റൂട്ട് നമ്പേഴ്സും, √2, എല്ലാ റൂട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ √4, √9 അങ്ങനെയല്ല, നമുക്ക് പ്രൈം നമ്പേഴ്സ് വരുന്നതല്ലേ നമ്മൾ റൂട്ട് അവസാനിപ്പിക്കുന്ന നമ്പേഴ്സ്, അതെല്ലാം ഇറാഷണൽ ആണ്. √2, √3, √5, √7 ഇതെല്ലാം ഇറാഷണൽ ആണ്. പിന്നെ വരുന്നത് പൈ.
പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒരു 3.14 എടുത്തിരിക്കുകയാണ്. സോ പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. പിന്നെ ദാ ഇങ്ങനെ പോകുന്ന ഡെസിമൽസ്, അതായത് ഒരു റിപ്പീറ്റിംഗ് ഇല്ലാണ്ട് ന്യൂ നമ്പേഴ്സ്, ഏതേലും നമ്പേഴ്സ് ഇങ്ങനെ ഡെസിമൽ ഒരു എൻഡിങ് ഇല്ലാണ്ട് പോകുന്ന ടൈപ്പ് ഓഫ് ഡെസിമൽസിനെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ച നമ്പേഴ്സ് എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പഠിച്ചത് നാച്ചുറൽ നമ്പേഴ്സ്, അതുപോലെ ഹോൾ നമ്പേഴ്സ്, then integers, അത് കഴിഞ്ഞ് ഈവൺ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, കോപ്രൈം നമ്പേഴ്സ്, പിന്നെ പഠിച്ചത് ട്വിൻ പ്രൈം നമ്പേഴ്സ്, പെർഫെക്റ്റ് നമ്പർ പഠിച്ചു, then റാഷണൽ നമ്പർ പഠിച്ചു, ഇറാഷണൽ നമ്പർ പഠിച്ചു. അങ്ങനെ കുറേ അധികം സിസ്റ്റം ഓഫ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയും മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇത് ചോദിക്കാറുമുണ്ട്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ റാഷണൽ നമ്പറിനും ഇറാഷണൽ നമ്പറിനും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ കണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. ബൈ.